ഹായ്, ഓഫ്ലൈനായിട്ട് ബോച്ചെ ടിക്കറ്റ്സ് പർച്ചേസ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ വാലറ്റിൽ ക്യാഷ് ഉണ്ടെങ്കിൽ നമ്മൾ വിൻ ചെയ്ത എമൗണ്ട് കൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ പർച്ചേസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം ബോച്ചെട്ടിയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നതും രജിസ്റ്റർ ചെയ്യുന്നതുമായിട്ടുള്ള വീഡിയോസ് മുന്നേ ഇട്ടിരുന്നു. അത് ഒന്ന് കാണുക. അങ്ങനെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ലോഗിൻ ചെയ്തിട്ടുള്ളൊരു ഓപ്ഷനാണ്. ആ ലോഗിൻ ചെയ്തതിൽ ഞാൻ എൻ്റെ ബോച്ചെട്ടി ഇൻ്റർഫേസ് ഓപ്പൺ ചെയ്തു. അപ്പോൾ ഇവിടെ പ്രോഡക്ട്സ് എന്ന് പറയുന്ന കാറ്റഗറി എടുക്കുമ്പോഴാണ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇവിടെ ഞാൻ സ്റ്റോറിൽ പർച്ചേസ് ചെയ്യുന്ന മെത്തേഡാണ് കാണിക്കുന്നത്. ബൈ നൗ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തു. അപ്പോൾ നമുക്ക് കാണാം ഓർഡർ പ്ലേസ് സക്സസ്ഫുള്ളി പിക്ക് ദ പ്രോഡക്ട്സ് ഫ്രം നിയറസ്റ്റ് സ്റ്റോർ. അപ്പോൾ ഞാൻ ഒരു കൗതുകത്തിന് ഒന്നുകൂടി ക്ലിക്ക് ചെയ്തു, കാരണം അത് പെട്ടെന്നായിരുന്നു സ്ക്രീൻ വന്നു പോയത്. അപ്പോൾ ഞാൻ ഇതിപ്പോൾ സ്ലോ ഡൗൺ ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര സ്പീഡിലാണ് വന്നത്. അപ്പോൾ ഞാൻ ഒന്നുകൂടി കാണാൻ വേണ്ടി ഞാൻ ബൈ നൗ ഒന്നുകൂടി കൊടുത്തു. അപ്പോൾ 2 ടിക്കറ്റ്സാണ് ഇപ്പോൾ ഓർഡർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് അടുത്തുള്ള നിയറസ്റ്റ് ആയിട്ടുള്ള സ്റ്റോറിൽ നിന്ന് പിക്ക് ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അവിടെ സ്റ്റോഴ്സിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എത്ര മണി മുതൽ 10 മണി മുതൽ 6 മണിൻ്റെ ഉള്ളിൽ നമുക്ക് പോയി പിക്ക് ചെയ്യാം. അപ്പോൾ അവിടെ നമ്മുടെ കേരളത്തിൻ്റെ അകത്തും പുറത്തുമുള്ള എല്ലാ സ്റ്റോറുകളുടെ ലിസ്റ്റും, സ്റ്റോർ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ചെമ്മണ്ണൂർ ജ്വല്ലറിയാണ് കേട്ടോ. ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സിൽ നിന്നാണ് നമുക്ക് 40 റുപ്പീസിൻ്റെ ബോച്ചെ ടിക്കറ്റ്സ് നമുക്ക് വാങ്ങിക്കാൻ പറ്റുക. അപ്പോൾ ആ ടിക്കറ്റ്സിൻ്റെ ലിസ്റ്റ് മൊത്തം നമുക്കിവിടെ കാണാം. അപ്പോൾ നിങ്ങളിവിടെ ആലോചിക്കുന്നുണ്ടാവും, ഈ കുട്ടി ഈ പറയുന്ന പോലെ പൈസ ഒന്നും അടയ്ക്കുന്നത് കണ്ടില്ലല്ലോ എന്ന്. ഓൾറെഡി എൻ്റെ ഈ വാലറ്റിൽ ഒരു 500 റുപ്പീസ് ഉണ്ടായിരുന്നു. ആ എമൗണ്ട് യൂസ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ പർച്ചേസ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആ ഒരു വീഡിയോ എങ്ങനെയാണ് ഈ വാലറ്റിൽ ആഡ് ചെയ്യുക എന്നുള്ളതും നമുക്ക് വേറൊരു വീഡിയോ ഈ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. ഇവിടെ നമുക്ക് എൻ്റെ ഓൾറെഡി ഞാൻ ഫിജി കാർഡിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് 30 ടിക്കറ്റ്സിൽ നിന്ന് 500 റുപ്പീസ് വിൻ ചെയ്തിരുന്നു ഈ 13 ദിവസത്തിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഓൾറെഡി എൻ്റെ ബാലൻസ് 500 ഉണ്ടായിരുന്നു. 5 പ്രാവശ്യമായിട്ട് 30 ടിക്കറ്റ്സിൻ്റെ ഇടയിലാണ് എനിക്ക് പറയുന്ന പോലെയുള്ളൊരു എമൗണ്ട് കയറിയത്. അപ്പോൾ നമുക്ക് ഈ ഒരു എമൗണ്ട് യൂസ് ചെയ്തിട്ട് വീണ്ടും 40 റുപ്പീസിൻ്റെ ടിക്കറ്റ്സ് നമുക്ക് സിംഗിൾ ടിക്കറ്റ്സ് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ഇത് ഞാൻ ആ ഓർഡർ കൊടുത്ത ഉടനെ തന്നെ, നമ്മൾ ആ ഓർഡർ പ്ലേസ് ചെയ്ത ഉടനെ തന്നെ, ഇതൊക്കെ അതിൻ്റെ സ്റ്റോറുകളാട്ടോ കാണിക്കുന്നത്. ഓർഡർ കൊടുത്ത ഉടനെ തന്നെ എൻ്റെ ഇതിലേക്ക് മൊബൈലിലേക്ക്, രജിസ്റ്റേർഡ് ആയിട്ടുള്ള മൊബൈലിലേക്ക് 2 SMS, ആ SMS ഇന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന ടിക്കറ്റും കൂടിയുണ്ട്. ആപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം 14 ഇന്നത്തെ ദിവസത്തെ 2 ടിക്കറ്റ്സ്, ഞാൻ അഡീഷണൽ പർച്ചേസ് ചെയ്ത 2 ടിക്കറ്റ്സും കൂടി ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അതിന് പുറമെ ഫിജി കാർഡിലൂടെ വാങ്ങിയ കോംബോ പാക്കിലുള്ള ബാക്കി 30 ടിക്കറ്റ്സും നിങ്ങൾക്കിവിടെ കാണാം. ലോഡ് മോർ കൊടുത്തു കഴിഞ്ഞാൽ ഇനിയും ഒരുപാട് ടിക്കറ്റ്സ്, അതായത് 30 ടിക്കറ്റ്സിൽ 14ാമത്തെ ദിവസമായിട്ടുള്ളൂ ഇനിയും ബാക്കി ടിക്കറ്റ്സ് അവൈലബിളാണ്. അപ്പോൾ ഇവിടെ 500 രൂപ രാവിലെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ 2 ടിക്കറ്റ്സ് പർച്ചേസ് ചെയ്തു, ബാക്കി 420 ആണ്. അപ്പോൾ എനിക്ക് പല ദിവസങ്ങളിലായിട്ട് വിൻ ചെയ്തിട്ടുള്ള എമൗണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇപ്പോൾ എൻട്രി എന്ന് കാണുന്നത് ഞാൻ 2 പ്രാവശ്യമായിട്ട് പർച്ചേസ് ചെയ്തതാണ്. താങ്ക്